MLA CC മുകുന്ദൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ മുകുന്ദൻ, നമസ്കാരം. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ കാലമായി ഇവർ അവിടെ താമസിക്കുന്നു, ആ റോഡിൽ തന്നെ കിടന്നുറങ്ങുന്നവരാണ് എന്ന് പറയുന്നു. ഈ ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെങ്കിലും താങ്കൾക്ക് ലഭ്യമാണോ? ചികിത്സ സംബന്ധിച്ച വിശദാംശങ്ങൾ അതെങ്ങനെയാണ്? ഇന്ന് പുലർച്ചെ 3:30-4 മണി കൂടിയാണ് ഈ അപകടം ഉണ്ടായ എന്നറിയുന്നു. അപ്പൊ അപകടവുമായി ബന്ധപ്പെട്ട ലോറി പെട്ടെന്ന് അടിച്ചു കയറിയതാണ്ട് ആ പ്രദേശത്ത് മുഴുവനും ഇപ്പോ NH റോഡുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. അവിടെ ഇപ്പോ കുറച്ച് നാളുകൾക്ക് ശേഷം ആൾക്കാർ സ്ഥിരമായി ആ പാലത്തിന്റെ ചോട്ടിലും ആ വഴിയിലൊക്കെ എടുക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതിന്റെ ഒരു ക്രമീകരണം നമ്മൾ ആലോചിച്ചിരുന്നു. അത് അപകടമില്ലാത്ത രീതിയിൽ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിരുന്നു. അപ്പൊ അതിന്റെ ക്രമീകരണം ഇന്ന് പുലർച്ചെ തൊട്ട് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിലാണ് ഈ ലോറി കയറി വന്നത്. അപ്പൊ ഞാൻ അറിഞ്ഞിടത്തോളം ലോറിയുടെ ഡ്രൈവറും മറ്റേ ക്ലീനറും മദ്യപിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം വരെ ആൾക്കാർ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പൊ അപകടം പറ്റിയ ആൾക്കാർ ഇപ്പൊ കൊടുങ്ങല്ലൂർ ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് അതിന്റെ സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനാവശ്യമായ നടപടി പോലീസ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമം സ്വീകരിക്കുകയാണ്. എന്തായാലും ഏകാശിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആൾക്കാർ എത്തിച്ചേരുന്ന സ്ഥലമാണ്. ഇനിയും ഈ പറയുന്ന അപകടങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അടിയന്തരമായി ചെയ്യിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ നമ്മുടെ ഏകാശിയുടെ കമ്മിറ്റി, അമ്പല കമ്മിറ്റിയും നമ്മുടെ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ പോലീസുമായിട്ട് ആലോചിച്ച് അതിന്റെ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് തുടർന്ന് ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ എത്തുന്നുള്ളൂ. അപ്പൊ എത്തിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇനി വല്ല കാര്യങ്ങൾ വേറെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ന്യൂസിനോട് ഞാൻ സംസാരിക്കാം. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടിയന്തര പ്രവർത്തനമൊക്കെ ആരംഭിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശരി, വളരെ നന്ദി CC മുകുന്ദൻ വിവരങ്ങൾ പങ്കുവച്ചതിന്.